ഹായ് ഫ്രണ്ട്സ്, CBSE ക്ലാസ് 9th ഫിസിക്സിലെ ഡിസ്ക്രൈബിംഗ് മോഷൻ അറൗണ്ട് അസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഡിസ്ക്രൈബിംഗ് മോഷൻ, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് തീർച്ചയായും കാണുക. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആവറേജ് സ്പീഡിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഫാസ്റ്റ് ആയിട്ടാണോ സ്ലോ ആയിട്ടാണോ എന്നൊക്കെ തിരിച്ചറിയാൻ ഈ ആവറേജ് സ്പീഡ് നമ്മളെ സഹായിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ആവറേജ് സ്പീഡ് എന്നാൽ എന്താണെന്ന് നോക്കാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ? ആവറേജ് സ്പീഡ് ഈക്വൽ ടു ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ദ ടൈം ഇൻ്റർവൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടോട്ടൽ ടൈം ടേക്കൺ എന്നും പറയാം. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡും പിന്നെ ടൈം ഇൻ്റർവലും അറിയാമെങ്കിൽ നമുക്ക് ഒരു വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവറേജ് സ്പീഡ് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നതിന് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതിന് ഡയറക്ഷൻ എന്ന് പറയുന്നതില്ല അല്ലേ? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് അല്ലേ? ന്യൂമറിക്കൽ വാല്യൂ ആണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ വാല്യൂ വിത്ത് ഇറ്റ്സ് യൂണിറ്റ്സിനാണ് എന്ത് വിളിക്കുക? മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുക. ന്യൂമറിക്കൽ വാല്യൂ വിത്ത് യൂണിറ്റ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുക. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡിന് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇല്ല. ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. സ്കേലാർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്തുണ്ടാവില്ല? ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാം അല്ലേ, നമ്മുടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. സോ നമ്മൾ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ അല്ലേ? നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്ന് അറിയാമെങ്കിൽ, എത്ര ടൈം ഇൻ്റർവൽ, എത്ര ഡ്യൂറേഷൻ എടുത്തു എന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം അല്ലേ? സോ നമുക്ക് ഈ ആവറേജ് സ്പീഡിന് ഡയറക്ഷൻ ഉണ്ടോ മാഗ്നിറ്റ്യൂഡ് ഉണ്ടോ എന്നെല്ലാം നോക്കാം. നമ്മൾ കണ്ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അല്ലേ? ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവറേജ് സ്പീഡിനും എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതിനും എന്തില്ല? ഡയറക്ഷൻ ഇല്ല. സോ നമ്മുടെ ആവറേജ് സ്പീഡിന് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഹാസ് നോ ഡയറക്ഷൻ. അതിന് ഡയറക്ഷൻ ഇല്ല അല്ലേ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നതും എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ് അല്ലേ? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നതും ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, നോ ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ് എന്നൊക്കെ? അപ്പോൾ നമുക്ക് എന്താണ് യൂണിഫോം സ്പീഡ്, എന്താണ് നോൺ യൂണിഫോം സ്പീഡ്, പിന്നെ അതുപോലെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സപ്പോസ് ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് യൂണിഫോം സ്പീഡിലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. സോ എന്താണ് മിസ് പറഞ്ഞത്? ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് പറയാം? ആ ഒബ്ജക്റ്റ് യൂണിഫോം സ്പീഡിലാണ് അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സപ്പോസ് ഒരു ഒബ്ജക്റ്റ് അൺഈക്വൽ ഡിസ്റ്റൻസ്, ഈക്വൽ അല്ലാത്ത ഡിസ്റ്റൻസ്, അൺഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് നോൺ യൂണിഫോം സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ കേസിൽ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യൂണിഫോം സ്പീഡും ഉണ്ട്, നോൺ യൂണിഫോം സ്പീഡും ഉണ്ട്. സോ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
സോ ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഫിഗർ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് ഒരാൾ ബൈസിക്കിളിൽ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ. സോ ഈ ഫിഗർ നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസും ടൈമും നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് കിലോമീറ്ററിലും നമുക്ക് ടൈം അവറിലാണെന്ന് കൺസിഡർ ചെയ്യാം. സോ ഡിസ്റ്റൻസ് കിലോമീറ്ററിലും ടൈം അവറിലും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഇദ്ദേഹം 0 മുതൽ 4 അവർ വരെയാണ് അല്ലേ ട്രാവൽ ചെയ്തിട്ടുള്ളത്. 0 to 4 അവർ. അപ്പോൾ ഇദ്ദേഹം ടോട്ടൽ 4 അവറാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഇനി ടോട്ടൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്? ഈ 10 + 10 + 10 + 10 അല്ലേ, ടോട്ടൽ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ടൈമിനെ ഓരോ ഇൻ്റർവെല്ലായിട്ട് ഡിവൈഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഓരോ ഇൻ്റർവെല്ലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ടോട്ടൽ 4 അവറിനെ ഇങ്ങനെ 0 to 1 എത്രയാണ്? ഇവിടെ ഒരു 1 അവർ അല്ലേ. പിന്നെ ഈ 1 to 2 ഇവിടെ ഒരു 1 അവർ. പിന്നെ 2 to 3 ഇവിടെയും ഒരു 1 അവർ. 3 to 4 ഇവിടെ ഒരു 1 അവർ. ഇങ്ങനെ 4 ഈക്വൽ ഇൻ്റർവെല്ലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. എല്ലാം 1 അവർ ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ടൈം എന്ന് പറയുന്നത് അല്ലേ, ടൈം എന്താ, ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമാണ് ഈ കേസിൽ നൽകിയിട്ടുള്ളത് അല്ലേ. ഇനി ഇവിടെയുള്ള ഡിസ്റ്റൻസ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഡിസ്റ്റൻസ് നോക്കുന്ന സമയത്ത് ഇവിടെ ഈ 0 to 1 എന്ന ടൈമിൽ ഇദ്ദേഹം 10 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. ഇനി 1 to 2 1 അവർ മുതൽ 2 അവർ വരെയുള്ള സമയത്തും ഇദ്ദേഹം 10 കിലോമീറ്റർ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് 1 അവർ എന്ന് പറയുന്നത് 2 അവർ to 3 അവർ അല്ലേ. ഈ ഡ്യൂറേഷൻ എത്രയാണ്? 1 അവർ തന്നെയാണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് 1 അവറിലും ഇദ്ദേഹം ട്രാവൽ ചെയ്യുന്നത് എത്രയാണ്? 10 കിലോമീറ്റർ തന്നെയാണ്. നെക്സ്റ്റ് ടൈം ഇൻ്റർവെല്ലും ഇദ്ദേഹം എത്രയാണ് ട്രാവൽ ചെയ്യുന്നത്? 10 കിലോമീറ്റർ തന്നെയാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ഇദ്ദേഹം ഓരോ ഇൻ്റർവെല്ലും എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇദ്ദേഹം ട്രാവൽ ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? ഇദ്ദേഹം എന്താണ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കും. സോ വെൻ ആൻ ഒബ്ജക്റ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ദെൻ ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ യൂണിഫോം സ്പീഡ് അല്ലേ. സോ നമ്മൾ ഈ കേസിൽ കണ്ടു അല്ലേ, ഈ ഒബ്ജക്റ്റ് ഇവിടെ എന്താണ്? ഈ ബൈസിക്കിളിൽ ട്രാവൽ ചെയ്യുന്ന ഇയാളാണ് അല്ലേ. സോ ഇയാൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഓരോ കേസിലും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. എങ്ങനെയാണ്? ഓരോ ഇൻ്റർവെല്ലും അല്ലേ, ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇദ്ദേഹം ട്രാവൽ ചെയ്യുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ സ്പീഡ് എങ്ങനെയായിരിക്കും? യൂണിഫോം സ്പീഡായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇദ്ദേഹത്തിൻ്റെ സ്പീഡ് കോൺസ്റ്റൻറ്റ് സ്പീഡായിരിക്കും അല്ലേ. നമുക്ക് ഈ കേസിലൊന്ന് സ്പീഡൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഫസ്റ്റ് ഇൻ്റർവെൽ ഒന്ന് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ടൈം ഇൻ്റർവെൽ കൺസിഡർ ചെയ്യാം. ഇവിടെ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈം ഇൻ്റർവെൽ എത്രയായിരിക്കും? ടൈം ഇൻ്റർവെൽ ഈക്വൽ ടു എത്രയായിരിക്കും? 1 അവർ ആണ് ഇല്ലേ ഇവിടുത്തെ ടൈം ഇൻ്റർവെൽ. ഇനി ഇവിടെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ്, അല്ലെങ്കിൽ നമുക്കിവിടെ സിംപ്ലി ഡിസ്റ്റൻസ് എഴുതാം. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ ആണ് അല്ലേ. 10 കിലോമീറ്റർ. സോ നമുക്ക് നമ്മുടെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാലേ, സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? 10 കിലോമീറ്റർ. സോ നമുക്ക് സ്പീഡ് എന്നുള്ളത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? 10 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ എത്രയാണ്? 1 അവർ. സോ നമുക്ക് എങ്ങനെ എഴുതാം സ്പീഡ്? 10 കിലോമീറ്റർ പെർ അവർ ആണ് ഇവിടെയുള്ള ഫസ്റ്റ് കേസിലുള്ള ഇദ്ദേഹത്തിൻ്റെ സ്പീഡ് അല്ലേ. ഇനി നെക്സ്റ്റ് കേസ് ഇവിടെ നമുക്ക് എത്ര കിട്ടിയേ? 10 കിലോമീറ്റർ പെർ അവർ ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് ഇൻ്റർവെൽ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇൻ്റർവെൽ. ഇവിടെയും ടൈം എത്രയാണ്? 1 അവർ ആണ് അല്ലേ. ഇവിടെയും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ തന്നെ. സോ ഇവിടെയും നമുക്ക് സ്പീഡ് എന്ത് കിട്ടും? 10 കിലോമീറ്റർ പെർ അവർ എന്ന് തന്നെ
കിട്ടും. അപ്പോൾ ഈ 4 കേസിലും അല്ലേ, ഈ 4 കേസിലും നമുക്ക് സ്പീഡ് എന്തായിട്ട് തന്നെയാണ് കിട്ടുന്നത്? 10 km/h എന്ന് തന്നെയാണ് കിട്ടുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ബൈസിക്കിളിൽ പോകുന്ന ആളുടെ സ്പീഡ് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ? സ്പീഡ് എങ്ങനെയാണ്? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? സ്പീഡ് ചേഞ്ച് ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കേസ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെയും നമ്മൾ ഒരു ആൾ ബൈസിക്കിളിൽ ട്രാവൽ ചെയ്യുന്നതായിട്ടാണ് അല്ലേ കാണുന്നത്. ഇവിടെയും ഡിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്, ടൈമും നൽകിയിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹം ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 4 അവർ തന്നെയാണ് അല്ലേ? 4 അവർ തന്നെയാണ്. 0 to 4 മുതലല്ലേ 4 അവർ തന്നെയാണ്. അപ്പോൾ ഈ 4 അവറിനെ ഇവിടെയും ഈക്വൽ ഇൻ്റർവൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഇത് 0 to 1 വരെ ഒരു ഇൻ്റർവൽ, 1 to 2 വേറൊരു ഇൻ്റർവൽ, 2 to 3 വേറൊരു ഇൻ്റർവൽ, 3 to 4 വേറൊരു ഇൻ്റർവൽ. ഈ ഓരോ ഇൻ്റർവെലിൻ്റെയും ഇടയിലുള്ള ടൈം അല്ലേ, ടൈം ഡ്യൂറേഷൻ എങ്ങനെയാണ്? ടൈം എത്രയാണ്? ഇവിടെ 1 അവർ, 0 to 1 വരെ 1 അവർ, 1 to 2 വരെ ഇവിടെയും 1 അവർ, 2 to 3 1 അവർ, 3 to 4 1 അവർ അല്ലേ? ഈ 4 കേസിലും ഉള്ള ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 അവർ തന്നെയാണ് അല്ലേ? ഈക്വലാണ്. ഈ ടൈം ഡ്യൂറേഷൻ ഈക്വലാണ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ എന്താണ്? ഇവിടെ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയുള്ള ഡിസ്റ്റൻസ് ഒന്ന് നോക്കാം. ഓരോ ഇൻ്റർവെൽ ഓഫ് ടൈം, ഫസ്റ്റ് ഇൻ്റർവെൽ ഓഫ് ടൈം ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇൻ്റർവെൽ ഓഫ് ടൈം എന്ന് പറയുന്നത് എത്ര? 1 അവർ ആണ് അല്ലേ? ഈ 1 അവറിൽ ഇദ്ദേഹം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 20 കിലോമീറ്റർ ഈ 1 അവറിൽ ഇദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി നെക്സ്റ്റ് ടൈം ഇൻ്റർവെൽ നോക്കാം. 1 to 2. 1 to 2 എന്ന് പറയുന്ന ടൈം എത്രയാണ്? 1 അവർ തന്നെയാണ് അല്ലേ? ഈ 1 അവറിൽ ഇദ്ദേഹം 5 കിലോമീറ്റർ മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ടൈം ഇൻ്റർവൽ നോക്കാം. 2 to 3. 2 to 3 വരെ എന്താണ്? 1 അവർ തന്നെയാണ് അല്ലേ? ടൈം 1 അവർ ടൈം തന്നെയാണ് അദ്ദേഹം എടുത്തത്. പക്ഷേ ട്രാവൽ ചെയ്തത് എത്രയാണ്? ആകെ 5 കിലോമീറ്റർ മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഇനി ഈ ലാസ്റ്റ് ഇൻ്റർവൽ നോക്കാം. 3 to 4. ഇവിടെയും എത്രയാണ് ടൈം? 1 അവർ തന്നെയാണ്. ഇവിടെ ഇദ്ദേഹം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അല്ലേ? അപ്പോൾ ഇവിടെ ഇയാൾ ട്രാവൽ ചെയ്തതെല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആണോ ഓരോ ഇൻ്റർവെല്ലിലും? അല്ല അല്ലേ? ഇവിടെ ഫസ്റ്റ് ഇദ്ദേഹം 20 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, പിന്നെ 5 കിലോമീറ്റർ, വീണ്ടും 5 കിലോമീറ്റർ, പിന്നെ 10 കിലോമീറ്റർ. സോ ഇവിടെ നമുക്കെന്ത് പറയാം? ഇദ്ദേഹം അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ ട്രാവൽ ചെയ്തത്? ഇദ്ദേഹം അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്. സോ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എ പേഴ്സൺ ഓർ ഇഫ് ആൻ ഒബ്ജക്റ്റ് ട്രാവൽസ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം അല്ലേ? ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ സച്ച് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ നോൺ യൂണിഫോം മോഷൻ. സോ ഈ ബൈസിക്കിളിൽ ട്രാവൽ ചെയ്യുന്ന ഇയാൾ ഏത് മോഷനിലാണ്? നോൺ യൂണിഫോം മോഷനിലാണ്. ഈ കേസിൽ നമുക്ക് പറയാം സ്പീഡ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇൻ്റർവെൽ എടുക്കുകയാണ്. ഇവിടെ ഈ 4 ഇൻ്റർവെല്ലും നമ്മുടെ ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ? ടൈം 1 അവർ തന്നെയാണ്. ടൈം ഡ്യൂറേഷൻ 1 അവർ തന്നെയാണ്. ഇനി ഇവിടെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 കിലോമീറ്റർ ആണ് അല്ലേ? ഡിസ്റ്റൻസ് ഈക്വൽ ടു 20 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള സ്പീഡ് ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെയുള്ള സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം അല്ലേ? നമ്മുടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ എത്രയാണ്? 1. 20 by 1 അല്ലേ? നമുക്ക് എന്ത് കിട്ടും? 20 കിലോമീറ്റർ പെർ അവർ. 20 കിലോമീറ്റർ പെർ അവർ എന്നാണ് നമുക്ക് ഫസ്റ്റത്തെ കിട്ടുക അല്ലേ? സോ ഇവിടെയുള്ള ഫസ്റ്റ് നമുക്കിവിടെ എഴുതി വെക്കാം അല്ലേ? ഇവിടെ ഇദ്ദേഹം ട്രാവൽ ചെയ്യാൻ എടുത്ത സ്പീഡ് എന്ന് പറയുന്നത് 20 കിലോമീറ്റർ പെർ അവറാണ്. ഇനി നെക്സ്റ്റ് കേസ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് കേസിൽ ഇദ്ദേഹം 5 കിലോമീറ്റർ ആണ് അല്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണ്? 5 കിലോമീറ്ററും ഇവിടെയുള്ള ടൈം എന്ന് പറയുന്നത് 1 അവറുമാണ്. സോ നമുക്കിവിടെയുള്ള സ്പീഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഇവിടെയുള്ള സ്പീഡ് എന്ന് പറയുന്നത് അല്ലേ, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? 5 കിലോമീറ്റർ. ടൈം ഇൻ്റർവെൽ എത്രയാണ്? 1 അവർ. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത് 5
km/h ആണല്ലേ. 5 km/h. ഫസ്റ്റ് കേസിൽ നമുക്ക് നമ്മുടെ സ്പീഡ് 20 km/h എന്ന് ലഭിച്ചു. സെക്കൻഡ് കേസിൽ നമുക്ക് എത്രയാണ് ലഭിച്ചത്? 5 km/h എന്ന് ലഭിച്ചു അല്ലേ. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ഇൻ്റർവെൽ ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ഡിസ്റ്റൻസ് 5 കിലോമീറ്ററും ടൈം ഇൻ്റർവെൽ 1 ഹവറുമാണ് അല്ലേ. സോ നമുക്ക് ഇവിടെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ സ്പീഡ് 5 km/h എന്ന് ലഭിക്കും. ഇനി നമ്മുടെ ലാസ്റ്റ് കേസിലും കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് 10 കിലോമീറ്ററും ടൈം ഡ്യൂറേഷൻ 1 ഹവറുമാണ് അല്ലേ. സോ നമുക്ക് ഇവിടെയുള്ള സ്പീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ഇൻ്റർവെൽ അല്ലേ, 10/1 അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 10 km/h എന്ന് ലഭിക്കും അല്ലേ. സോ നമുക്ക് നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് കേസിൽ നമുക്ക് 20 km/h എന്ന് ലഭിച്ചു. സെക്കൻഡ് കേസിൽ 5 km/h, തേർഡ് കേസിലും 5 km/h, ഫോർത്ത് കേസിൽ 10 km/h അല്ലേ. സോ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അല്ലേ. നമ്മുടെ സ്പീഡ് ചേഞ്ച് ചെയ്യാണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ ഒബ്ജക്റ്റ് ഏത് മോഷനിലാണ്? നോൺ യൂണിഫോം മോഷനിലാണ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഈ ഒബ്ജക്റ്റ് നോൺ യൂണിഫോം സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നോക്കാം. കൺസിഡർ 2 postmen. They start walking towards each other from a distance of 210 yojanas. Yojana is a unit of distance used in ancient India. One travels 9 yojanas per day and the other covers 5 yojana per day. Can you determine in how many days they will meet each other? സോ ഇവിടെ നമുക്ക് 2 പോസ്റ്റ്മാൻ ഉണ്ട്. ഇതാണ് ഒരു പോസ്റ്റ്മാൻ, ഇത് മറ്റൊരു പോസ്റ്റ്മാൻ അല്ലേ. ഈ 2 പോസ്റ്റ്മാനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 210 യോജനയാണ് അല്ലേ. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 210 യോജനയാണ്. ഈ യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? യോജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഡിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു യൂണിറ്റാണ് യോജന. നമ്മൾ മീറ്റർ, കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ പണ്ട് കാലത്ത് നമ്മുടെ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റാണ് യോജന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? 2 പോസ്റ്റ്മാൻ ഉണ്ട്. ഇവ ഈ 2 പോസ്റ്റ്മാനും തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 210 യോജനയാണ്. ഇനി നോക്കൂ, 1 travels 9 yojanas per day. സോ ഒരു ഫസ്റ്റ് പോസ്റ്റ്മാൻ എത്രയാണ് ട്രാവൽ ചെയ്യുന്നത്? ഒരു ദിവസം, ഒരു ഡേയിൽ 9 യോജനാസ് ഈ ഫസ്റ്റ് പോസ്റ്റ്മാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോസ്റ്റ്മാനോ ഒരു ഡേയിൽ 5 യോജനാസാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും 2 ഡയറക്ഷനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ യു ഡിറ്റർമൈൻ ഇൻ ഹൗ മെനി ഡേയ്സ് ദേ വിൽ മീറ്റ് ഈച്ച് അതർ അല്ലേ. സോ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റ്മാന് 9 യോജനാസ് പെർ ഡേ ഡെയിലി ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഇങ്ങനെ നമ്മുടെ സെക്കൻഡ് പോസ്റ്റ്മാനോ 5 യോജനാസ് പെർ ഡേ അല്ലേ, അല്ലെങ്കിൽ 5 യോജനാസ് ഡെയിലി ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇവർ രണ്ടുപേരും ട്രാവൽ ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ അവർ തമ്മിൽ മീറ്റ് ചെയ്യുമെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവർ 2 പേരും, ഫസ്റ്റ് പോസ്റ്റ്മാൻ 9 യോജനയും സെക്കൻഡ് പോസ്റ്റ്മാൻ 5 യോജനയാണ് ഡെയിലി ട്രാവൽ ചെയ്യുന്നത് അല്ലേ. സോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് പോസ്റ്റ്മാൻ ഇൻ 1 ഡേ. അപ്പം ഓരോരുത്തരും ഒരു ദിവസം എത്ര ടോട്ടൽ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എത്രയാണ്? ഫസ്റ്റ് പോസ്റ്റ്മാന് 9 യോജനയും സെക്കൻഡ് പോസ്റ്റ്മാന് 5 യോജനയാണ് ഡെയിലി ട്രാവൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ ഇവർ 2 പേരും ഡെയിലി ട്രാവൽ ചെയ്യുന്നത് എത്രയാണ്? 9 + 5 14 യോജനയാണ് ഇവർ ഡെയിലി ട്രാവൽ ചെയ്യുന്നത്. ഇനി ഇവർ 2 പേരും പരസ്പരം കണ്ടുമുട്ടണമെങ്കിൽ അല്ലേ, പരസ്പരം മീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇവർ ഡെയിലി 14 യോജനയാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ 14 യോജന എന്നുള്ളത് എത്ര ആവണം? 210 യോജന ആവണം അല്ലേ. 2 പേരും കൂടി ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് 210 യോജന എപ്പോഴാണ് ആവുന്നത്? അപ്പോഴായിരിക്കും ഇവർ 2 പേരും പരസ്പരം മീറ്റ് ചെയ്യുക അല്ലേ. സോ ടു മീറ്റ് വിത്ത് ഈച്ച് അതർ ദ പോസ്റ്റ്മാൻ നീഡ് ടു കവർ 210 yojanas together.
ദ ടൈം ടേക്കൺ ബൈ ദം ടു കവർ 210 യോജനാസ് ടുഗദർ. എത്രയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഈ 210 യോജന കവർ ചെയ്യണമെങ്കിൽ ഇവർ എത്ര ഡേയ്സ് എടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. ഹൗ മെനി ഡേയ്സ് ദേ വിൽ മീറ്റ്. അവർ മീറ്റ് ചെയ്യുമ്പോൾ എത്ര യോജന ഇവർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. 210 യോജന ഇവർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് എത്ര ടൈം എടുക്കും, എത്ര ഡേയ്സ് എടുക്കും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഇവർ ടോട്ടൽ ട്രാവൽ ചെയ്തത് എത്രയാണ്, 210 യോജനയാണ് അല്ലേ. അപ്പം ഒരു ഡേ ഇവർ ട്രാവൽ ചെയ്യുന്നത് 14 യോജനയാണ് അല്ലേ. അപ്പോൾ സോ 210 ഡിവൈഡഡ് ബൈ 14 നമുക്ക് എന്ത് കിട്ടും, 15 ഡേയ്സ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 210 യോജന ഇവർ ട്രാവൽ ചെയ്യണമെങ്കിൽ ഇവർക്ക് എത്ര ഡേയ്സ് എടുക്കും, 15 ഡേയ്സ് എടുക്കും. ഇതെങ്ങനെയാണ് ലഭിച്ചത്, ടോട്ടൽ ഇവർ 210 യോജന ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇവർ ഒരു ഡേ അല്ലേ, 1 ഡേയിൽ ഇവർ എത്ര ട്രാവൽ ചെയ്യുന്നുണ്ട്, 14 യോജനാസാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ 210 ഡിവൈഡഡ് ബൈ 14 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ 210 യോജനാസ് കവർ ചെയ്യാൻ എത്ര ഡേയ്സ് എടുത്തു എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 15 ഡേയ്സ് എന്ന് കിട്ടുന്നത്. സോ ബോത്ത് പോസ്റ്റ്മാൻ വിൽ മീറ്റ് ഈച്ച് അതർ ആഫ്റ്റർ 15 ഡേയ്സ് അല്ലേ. അപ്പോൾ 15 ഡേയ്സിലാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, മറ്റൊരു കാര്യം കൂടി നോക്കാം. അപ്പോൾ ഈ 15 ഡേയ്സിൽ ഫസ്റ്റ് പോസ്റ്റ്മാൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാകും, നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്കറിയാം ഫസ്റ്റ് പോസ്റ്റ്മാന് ഡെയിലി ഒരു ഡേ 9 യോജനയാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. ഒരു ഡേ 9 യോജനയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇങ്ങനെ എത്ര ഡേ ട്രാവൽ ചെയ്തു, 15 ഡേയ്സ് ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 9 × 15 ഈക്വൽ ടു 135 ഡേയ്സാണ് ഫസ്റ്റ് പോസ്റ്റ്മാന് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് പോസ്റ്റ്മാന് ഡെയിലി എത്ര ട്രാവൽ ചെയ്യുന്നുണ്ട്, 5 യോജനയാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ എത്ര ദിവസം ട്രാവൽ ചെയ്തു, 15 ദിവസം ട്രാവൽ ചെയ്തു അല്ലേ. 15 ഡേയ്സ് ട്രാവൽ ചെയ്തു. അപ്പോൾ ടോട്ടൽ സെക്കൻഡ് പോസ്റ്റ്മാന് ടോട്ടൽ എത്ര ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്തത്, 75 യോജനാസാണ് ട്രാവൽ ചെയ്തത്. ഇനി ഈ 2 യോജനയും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും അല്ലേ. എന്താണത്, 210 യോജന. ഇങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതൊന്ന് വായിച്ച് നോക്കാം. ദ സ്പീഡ് ടെൽസ് us how fast an object is moving, but it provides no information about the direction of motion അല്ലേ. സ്പീഡ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ലഭിക്കും, എത്ര ഫാസ്റ്റായിട്ടാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അല്ലേ സ്പീഡ് കൊണ്ട്. പക്ഷേ നമുക്ക് എന്ത് മനസ്സിലാവില്ല, അതിൻ്റെ ഡയറക്ഷനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ സ്പീഡ് കണ്ടുപിടിച്ചു, എത്ര ഫാസ്റ്റായിട്ടാണ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഏത് ഡയറക്ഷനിൽ എങ്ങനെ ട്രാവൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലേ. അതിൻ്റെ ഇൻഫർമേഷനൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല അല്ലേ. There are many situations where along with the speed you also need to know the direction of motion to get a complete picture, particularly in case of complicated real world motion. സോ നമ്മുടെ റിയൽ വേൾഡ് കേസിൽ അല്ലെങ്കിൽ റിയൽ വേൾഡ് സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് വരാറുണ്ട്. അതായത് നമ്മുടെ സ്പീഡിനോടൊപ്പം തന്നെ നമ്മുടെ അലോങ് വിത്ത് സ്പീഡ് നമുക്ക് എന്തും അറിഞ്ഞിരിക്കണം, നമ്മുടെ ഡയറക്ഷനും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് വരാറുണ്ട്. എന്നാലേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്പീഡ് മാത്രം അറിഞ്ഞാൽ പോരാ, അതിൻ്റെ മോഷൻ്റെ ഡയറക്ഷനും കൂടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. Let us define another physical quantity, average velocity. ഇപ്പോൾ നമ്മളിനി വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് എന്ത്, ആവറേജ് വെലോസിറ്റി, which describes how fast the position of an object is changing and in which direction. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ആവറേജ് സ്പീഡിനെ കുറിച്ചാണ്. സോ ഇനി നമ്മൾ വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഡിഫൈൻ ചെയ്യാൻ പോകുകയാണ്. അതിൻ്റെ പേരാണ് എന്ത്, ആവറേജ് വെലോസിറ്റി. അപ്പോൾ ആവറേജ് വെലോസിറ്റി നമുക്ക് എന്തൊക്കെ തരും, നമുക്ക് ഒരു ഒബ്ജക്റ്റ് എത്ര ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ആവറേജ് വെലോസിറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആവറേജ് വെലോസിറ്റീനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ അല്ലേ. നമ്മൾ ആവറേജ് സ്പീഡ് പഠിച്ചത് എങ്ങനെയായിരുന്നു, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ഇൻ്റർവെൽ ആയിരുന്നു അല്ലേ.
നമ്മുടെ ആവറേജ് വെലോസിറ്റിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ പറയാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ എന്ന് പറയാം. സോ ഈ ആവറേജ് വെലോസിറ്റിനെ നമുക്ക് ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ. ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ ഇങ്ങനെയും നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുക അല്ലേ. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ എന്നും പറയാം. ഓക്കെ. ആവറേജ് വെലോസിറ്റീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വി എന്നാണ്. വി ആവറേജ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എസ് ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ടൈം ഇൻ്റർവെലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ടി വെച്ചിട്ടാണ് അല്ലേ. ടി എന്ന ലെറ്റർ, സ്മോൾ ലെറ്റർ ടി എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇനി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ അല്ലേ. സോ ഇത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇൻ്റർവെൽ അല്ലേ. സോ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? വി എ വി ആണ് ആവറേജ് വെലോസിറ്റി അല്ലേ. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? എസ് അല്ലേ, ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ എന്താണ്? ടി. സോ വി എ വി ഈക്വൽ ടു എസ് ബൈ ടി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം അല്ലേ. To express the average velocity, you need to specify its magnitude as well as direction. സോ നമ്മൾ ആവറേജ് വെലോസിറ്റീനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്പെസിഫൈ ചെയ്യണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡും സ്പെസിഫൈ ചെയ്യണം, അതിൻ്റെ ഡയറക്ഷനും സ്പെസിഫൈ ചെയ്യണം. The direction of velocity is the same as the direction of displacement and is indicated by പ്ലസ് ഓർ മൈനസ് സൈൻ. അപ്പോൾ നമ്മുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനോട് സെയിം ആയിരിക്കും? നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്ന അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും അല്ലേ. നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ആവറേജ് വെലോസിറ്റിയുടെ ഡയറക്ഷനും. നമ്മളത് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ പ്ലസ് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മൈനസ് സൈൻ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ. ആവറേജ് സ്പീഡിൻ്റെയും ആവറേജ് വെലോസിറ്റിൻ്റെയും SI യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം അല്ലായിരുന്നു. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ അല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ഇൻ്റർവെൽ. എന്താണ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ്? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. എന്താണ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ്? മീറ്ററാണ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അല്ലേ. എന്താണ് നമ്മുടെ ടൈം ഇൻ്റർവെലിൻ്റെ യൂണിറ്റ്? ടൈം ഇൻ്റർവെലിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മീറ്ററിന് നമ്മൾ എം വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, സെക്കൻഡിന് നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? എസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. മീറ്റർ പെർ സെക്കൻഡ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ഈ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ താഴെയുള്ള എസ്സിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഇതിൻ്റെ പവറിൽ ഒരു -1 വരും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് സ്പീഡിൻ്റെ SI യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഇനി ആവറേജ് വെലോസിറ്റിയുടെ SI യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമുക്കറിയാം ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ. ഓക്കെ. നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്താ? നമുക്കറിയാം ഡിസ്റ്റൻസിനും ഡിസ്പ്ലേസ്മെൻറ്റിനും സെയിം യൂണിറ്റ് ആണ് അല്ലേ. എന്താണ് യൂണിറ്റ്? മീറ്ററാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും ഒക്കെ യൂണിറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മീറ്റർ ഡിവൈഡഡ് ബൈ നമ്മുടെ ടൈം ഇൻ്റർവെലിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് അല്ലേ. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. മീറ്റർ ബൈ സെക്കൻഡ് അല്ലേ. എങ്ങനെ എഴുതാം? നമുക്ക് എം ഡിവൈഡഡ് ബൈ എസ് എന്ന് എഴുതാം അല്ലേ. ഇത് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഈ എസ്സിനെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. MS റേസ് ടു -1 അല്ലേ.
അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, മീറ്റർ പെർ സെക്കൻഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ എന്തിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്, ആവറേജ് സ്പീഡിൻ്റെയും ആവറേജ് വെലോസിറ്റിയുടെയും യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അല്ലേ. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ ആവറേജ് സ്പീഡിനും ആവറേജ് വെലോസിറ്റിക്കും യൂണിറ്റ് എങ്ങനെയാണ്, സെയിം യൂണിറ്റ് ആണ് അല്ലേ. നമ്മുടെ ആവറേജ് സ്പീഡിനും ആവറേജ് വെലോസിറ്റിക്കും യൂണിറ്റ് സെയിം ആണ്. എന്താണ് യൂണിറ്റ്, മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമ്മുടെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് കിലോമീറ്റർ പെർ അവർ എന്ന യൂണിറ്റാണ്. കിലോമീറ്റർ പെർ അവർ എന്ന യൂണിറ്റാണ് നമ്മൾ വാഹനങ്ങളിലൊക്കെ അധികം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കിലോമീറ്റർ പെർ അവർ എന്ന യൂണിറ്റിലാണ് അധികം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. To describe how fast or slow a change in physical quantity happens, we use the idea of rate of change. The ratio of change in one quantity to the corresponding change in time is known as rate of change. സോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രത്തോളം ഫാസ്റ്റ് ആണ് സ്ലോ ആണ് എന്നെല്ലാം ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ആണ് എന്ത്, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വൺ ക്വാണ്ടിറ്റി ടു ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ടൈം. അതിനാണ് നമ്മളെന്ത് പറയുക, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ആവറേജ് സ്പീഡാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ടൈമാണ് അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വൺ ക്വാണ്ടിറ്റി അല്ലേ. ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നാണ് നമ്മൾ പറയുക അല്ലേ. ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് ആണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എങ്ങനെ പറയാം, ആവറേജ് വെലോസിറ്റി അല്ലേ, ആവറേജ് സ്പീഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ആവറേജ് വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ പറയാം, ആവറേജ് വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സാരംഗ് ടേക്സ് 50 seconds to swim from one end to other end and back in the swimming pool shown in figure 4.7. Find his average speed and average velocity within the time interval of 50 seconds. സോ നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ സാരംഗ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അല്ലേ. ഈ കുട്ടി സ്വിമ്മിംഗ് പൂളിൻ്റെ വൺ എൻഡ് മുതൽ അതർ എൻഡ് വരെ പോയി വരാനല്ലേ, ഒരു എൻഡ് മുതൽ വൺ എൻഡ് വരെ സ്വിമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സെക്കൻഡ്സ് ടൈം എടുക്കുന്നുണ്ട്, 50 സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സാരംഗ് എന്ന കുട്ടി ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വൺ എൻഡ് മുതൽ അതർ എൻഡ് വരെ പോയിട്ട് തിരിച്ച് വരാനല്ലേ, ഇതുവരെ തിരിച്ച് വരാൻ എത്ര ടൈം എടുക്കുന്നുണ്ട്, 50 സെക്കൻഡ്സ് ടൈമാണ് എടുക്കുന്നത് അല്ലേ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഹിസ് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി വിത്തിൻ ദ ടൈം ഇൻ്റർവൽ ഓഫ് 50 സെക്കൻഡ് അല്ലേ. 50 സെക്കൻഡിൽ ഉണ്ടാവുന്ന സാരംഗിൻ്റെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സാരംഗ് ഇൻ 50 സെക്കൻഡ്. 50 സെക്കൻഡിൽ സാരംഗ് എത്ര ഡിസ്റ്റൻസ് ആണ് ടോട്ടൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് അല്ലേ. 50 സെക്കൻഡ്സിൽ സാരംഗ് ഇതുവരെ പോയി എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരികയും ചെയ്തു അല്ലേ. സോ നമുക്കറിയാം ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇത് മുതൽ ഇതുവരെ പോയി അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ വീണ്ടും ഒരു 25 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സാരംഗ് ഇൻ 50 സെക്കൻഡ്സ് എത്രയാണ്, 25 മീറ്റർ പ്ലസ് 25 മീറ്റർ എത്രയാണ്, 50 മീറ്റർ ആണ് അല്ലേ. സോ സാരംഗ് ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് സാരംഗിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ സാരംഗ് 50 സെക്കൻഡ്സിൽ സാരംഗിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്ന് നോക്കാം. 50 സെക്കൻഡ്സിൽ സാരംഗ് എന്താ ചെയ്തത്, ഇവിടെ മുതൽ ഇതുവരെ പോയി അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു അല്ലേ. അപ്പം
നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനീഷ്യൽ പോയിൻറ്റിൻ്റെയും ഫൈനൽ പോയിൻറ്റിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുക അല്ലേ. അല്ലെങ്കിൽ രണ്ട് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൻ്റെ ഇടയിലുള്ള നെറ്റ് ചേഞ്ച് ഓഫ് പൊസിഷനിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് കൺസെപ്റ്റ് മനസ്സിലാകാത്തവർ കഴിഞ്ഞ വീഡിയോ തീർച്ചയായും കാണുക. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക, ഇവിടെ നമ്മൾ സാരംഗ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ പോയിന്റിൽ നിന്നും സാരംഗ് അല്ലേ, ഇവിടെ നിന്നും സാരംഗ് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ട് പോയി, അത് കഴിഞ്ഞിട്ട് തിരിച്ചെങ്ങോട്ട് തന്നെ വന്നു, ഇങ്ങോട്ട് തന്നെ വന്നു അല്ലേ. അപ്പോൾ ഇവിടെ സാരംഗിൻ്റെ പൊസിഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ, ഇല്ല അല്ലേ. സ്റ്റാർട്ട് ചെയ്ത അതേ പൊസിഷനിൽ തന്നെ സാരംഗ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ സാരംഗിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 0 മീറ്ററാണ് സാരംഗിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സാരംഗിൻ്റെ ആവറേജ് സ്പീഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ അല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ഇൻ്റർവൽ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ് നമ്മുടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് 50 മീറ്റർ ആണ് അല്ലേ, 50 മീറ്റർ. സോ 50 മീറ്റർ ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ എത്രയാണ്, എത്ര സെക്കൻഡ് കൊണ്ടാണ് സാരംഗ് ഇവിടെ മുതൽ ഇനീഷ്യൽ പൊസിഷൻ മുതൽ ഇതുവരെ എത്തിയത്, എത്ര ടൈം കൊണ്ടാണ്, 50 സെക്കൻഡ്സ് ആണ് അല്ലേ. 50 മീറ്റർ ഡിവൈഡഡ് ബൈ 50 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1 മീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ സാരംഗിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി സാരംഗിൻ്റെ ആവറേജ് വെലോസിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്കറിയാം ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു എന്താണ്, ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ. ഇവിടെ എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, നമുക്കറിയാം അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് 0 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ 0 മീറ്റർ ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ എത്രയാണ്, 50 സെക്കൻഡ്സ് ആണല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 0 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ സാരംഗിൻ്റെ ആവറേജ് സ്പീഡ് 1 മീറ്റർ പെർ സെക്കൻഡും ആവറേജ് വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡും ആണെന്ന് നമുക്ക് ലഭിക്കും. സോ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഡ്യൂറിങ് എ ഫാമിലി റോഡ് ട്രിപ്പ് യു ഡ്രൈവ് 200 km north in 3 hours. Afterwards, you drive 200 km south in 2 hours. Find the average speed and average velocity of your entire trip. സോ എന്താണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത്, ഒരു ഡ്യൂറിങ് എ ഫാമിലി റോഡ് ട്രിപ്പ് യു ഡ്രോവ് 200 km നോർത്ത് ഇൻ 3 hours അല്ലേ. അപ്പോൾ നമ്മുടെ നോർത്തിലേക്ക് എത്ര കിലോമീറ്റർ പോയി, 200 കിലോമീറ്റർ പോയി അല്ലേ. 200 കിലോമീറ്റർ നോർത്തിലേക്ക് പോയിട്ടുണ്ട്. എത്ര ടൈമാണ് എടുത്തിരിക്കുന്നത്, ടൈം എടുത്തിരിക്കുന്നത് 3 hour ആണല്ലേ നോർത്തിലേക്ക് പോകാൻ. ഓക്കെ, പിന്നെന്ത് ചെയ്തു, യു ഡ്രൈവ് 200 km സൗത്ത് ഇൻ 2 hours. പിന്നെന്ത് ചെയ്തു, സൗത്തിലേക്ക് പോയി അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം സൗത്തിലേക്ക് പോയി അല്ലേ. സൗത്തിലേക്ക് എത്ര ഡിസ്റ്റൻസ് ആണ് പോയത്, സൗത്തിലേക്ക് 200 km ഡിസ്റ്റൻസ് തന്നെയാണ് സൗത്തിലേക്കും പോയത് അല്ലേ. എത്ര ടൈം എടുത്തു 200 km സൗത്തിലേക്ക് പോകാൻ, 2 hour ടൈമാണല്ലേ എടുത്തത്, 2 hours ആണ് എടുത്തത്, 2 hour ആണ് ടൈം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് 200 കിലോമീറ്റർ പോയി അല്ലേ. 200 കിലോമീറ്റർ ഏത് ഡയറക്ഷനിൽ പോയി, നോർത്ത് ഡയറക്ഷനിൽ പോയി, പ്ലസ് പിന്നെ എത്ര പോയി, 200 കിലോമീറ്റർ ഏത് ഡയറക്ഷനിൽ പോയി, സൗത്ത് ഡയറക്ഷനിലും പോയിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും, ടോട്ടൽ 400 കിലോമീറ്ററാണ് ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എടുത്തിരിക്കുന്ന ടോട്ടൽ ടൈം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടോട്ടൽ ടൈം ഇൻ്റർവൽ എത്രയാണ്, നോർത്തിലേക്ക് എത്ര 200 കിലോമീറ്റർ പോകാൻ 3 hours ആണല്ലേ എടുത്തത്. അപ്പം 3 hours ആണ് നോർത്തിലേക്ക് പോകാൻ എടുത്തത് അല്ലേ. സൗത്തിലേക്ക് പോകാൻ എത്ര അവേഴ്സ് എടുത്തു, 2 hours ആണല്ലേ എടുത്തത്. അപ്പോൾ ടോട്ടൽ എത്ര ടൈം എടുത്തിട്ടുണ്ട്,
ടോട്ടൽ 3 + 2 5 ഹവറാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത് അല്ലേ. ഇനി ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഒരു പോയിൻ്റ് നിന്നു അല്ലേ, ഒരു പോയിൻ്റ് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോർത്തിലേക്ക് പോയി അല്ലേ. നോർത്തിലേക്ക് പോയിട്ട് 200 കിലോമീറ്റർ നോർത്തിലേക്ക് ട്രാവൽ ചെയ്തു. വീണ്ടും നമ്മൾ എങ്ങോട്ട് തന്നെ എത്തി, പിന്നെ സൗത്തിലേക്ക് ട്രാവൽ ചെയ്തു, അതേ പോയിന്റിൽ തന്നെ എത്തി അല്ലേ. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 കിലോമീറ്ററാണ് ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഇനി ഇവിടെയുള്ള ആവറേജ് സ്പീഡ് ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആവറേജ് സ്പീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ഇൻ്റർവെൽ അല്ലേ, അങ്ങനെയല്ലേ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഉള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? 400 കിലോമീറ്റർ. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെൽ. ടോട്ടൽ ടൈം എത്രയാണ്? 5 ഹവറാണല്ലേ, 5 ഹവർ. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 5 അല്ലേ, എത്രയാണ് നമുക്ക് കിട്ടുക? 80 km/h ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെയുള്ള ആവറേജ് വെലോസിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആവറേജ് വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെൽ അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ. ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 കിലോമീറ്റർ ആണ് അല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെയുള്ള ടൈം ഇൻ്റർവെൽ എത്രയാണ്? 5 ഹവറാണല്ലേ. സോ 0 ഡിവൈഡഡ് ബൈ 5 എത്രയാണ് കിട്ടുക? 0 km/h ആണെന്നാണ് നമുക്ക് ലഭിക്കുക അല്ലേ. സോ ഇതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. അണ്ടർ വാട്ട് കണ്ടീഷൻസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈക്വൽ ടു ഇറ്റ്സ് ആവറേജ് സ്പീഡ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് 0 while its average speed is not 0. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നോക്കാം. This occurs when an object moves in a straight line in a സിംഗിൾ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കേസിൽ ഈ ഒബ്ജക്റ്റ് ഒരു സിംഗിൾ ഡയറക്ഷനിലാണ്, ഈ 200 കിലോമീറ്റർ ഇങ്ങനെ ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ സമയത്താണ് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഈക്വൽ ആവുന്നത്. എങ്ങനെയാണ് ഈക്വൽ ആകുന്നത്? ആ സമയത്ത് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 200 കിലോമീറ്റർ ആയിരിക്കും അല്ലേ, 200 കിലോമീറ്റർ. പിന്നെ ടൈം ടേക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സപ്പോസ് നമ്മൾ പറഞ്ഞ 3 അവർ തന്നെ എടുക്കുക അല്ലേ, 3 അവർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പം 200 കിലോമീറ്റർ എന്ന് ലഭിക്കും. ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്? ഒരു ഡയറക്ഷനിൽ മാത്രമേ പോകുന്നുള്ളൂ അല്ലേ. സോ ഇവിടെ നിന്നും ഇവിടെ വരെ എത്താൻ അല്ലേ എത്രയാണ്? ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ്? ഇത് തന്നെയാണല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റും 200 കിലോമീറ്റർ ആയിരിക്കും, ഡിസ്റ്റൻസ് ട്രാവൽഡും 200 കിലോമീറ്റർ ആയിരിക്കും. സോ നമുക്ക് എന്ത് ലഭിക്കും? നമ്മുടെ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഈക്വൽ ആയിട്ടാണ് ലഭിക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെൻ ഈസ് ദ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ആവറേജ് സ്പീഡ് അല്ലേ. ഈ കേസിൽ എപ്പോഴാണ് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഈക്വൽ ആവുക? എപ്പോഴാണ്? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഈസ് ദ ആവറേജ് വെലോസിറ്റി 0 വൈൽ ആവറേജ് സ്പീഡ് ഈസ് നോട്ട്? എപ്പോഴാണ് ആവറേജ് വെലോസിറ്റി 0 ആവുകയും ആവറേജ് സ്പീഡ് 0 ആവാതിരിക്കുകയും ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഒക്കേഴ്സ് വെൻ ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുക. മീനിങ് ദ ഒബ്ജക്റ്റ് റിട്ടേൺസ് ടു ഇറ്റ്സ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. അതായത് നമ്മളൊരു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് പോയി തിരിച്ച് അതേ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് തന്നെ എത്തുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക? നമ്മുടെ ആവറേജ് വെലോസിറ്റി 0യും ആവറേജ് സ്പീഡ് 0 ആവാതിരിക്കുകയും ചെയ്യുക. അതായത് നമ്മുടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുന്നത് അപ്പോഴാണ് അല്ലേ. ലൈക്ക് എ റൗണ്ട് ട്രിപ്പ് അല്ലേ, നമ്മുടെ റൗണ്ടായിട്ട് നമ്മൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇവിടെ തന്നെ എത്തി അല്ലേ. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഉണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അതേപോലെ സർക്കുലർ പാത്തിലൊക്കെ പോകുമ്പോൾ അല്ലേ. സിൻസ് ദ ഒബ്ജക്റ്റ് മൂവ്ഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ദസ് ദ സ്പീഡ് ഈസ് പോസിറ്റീവ് ബട്ട് ദ നെറ്റ് ചേഞ്ച് ഇൻ പൊസിഷൻ ഈസ് 0 അല്ലേ. നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലേ, നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഡിസ്റ്റൻസിൽ ലഭിക്കും. പക്ഷേ എന്ത് സംഭവിക്കും? അത് നെറ്റ് ചേഞ്ച് ഇൻ പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ആ സ്റ്റാർട്ട് ചെയ്ത അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകുമ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ അതും എന്തായിരിക്കും? 0 ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കില്ല, നമുക്കൊരു വാല്യൂ ഉണ്ടാകും അല്ലേ. അപ്പോൾ നമ്മൾ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവറേജ് സ്പീഡിൽ നിന്ന് നമുക്കൊരു വാല്യൂ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആവറേജ് സ്പീഡ് 0 ആയിരിക്കില്ല. ഓക്കെ,
സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഇന്ന് മെയിനായിട്ട് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. പിന്നെ നമ്മൾ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ കണ്ടു അല്ലേ. ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ഇൻ്റർവെൽ അല്ലേ. പിന്നെ നമുക്ക് അറിയാം അല്ലേ, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. അതിന് ഡയറക്ഷൻ ഇല്ല, എന്ത് മാത്രമേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അല്ലേ, നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ പോലെ തന്നെ. ഓക്കെ, പിന്നെ നമ്മൾ യൂണിഫോം സ്പീഡ് എന്താ, നോൺ യൂണിഫോം സ്പീഡ് എന്താണെന്ന് കണ്ടു അല്ലേ. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ കണ്ടു. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ ആവറേജ് വെലോസിറ്റീനെ കുറിച്ച് പഠിച്ചു. അപ്പം ആവറേജ് വെലോസിറ്റി അതിൻ്റെ ഇക്വേഷൻസ് നോക്കി, അതെങ്ങനെ നമ്മൾ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നോക്കി. പിന്നെ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, നമ്മൾ ആവറേജ് സ്പീഡിൻ്റെയും ആവറേജ് വെലോസിറ്റീൻ്റെയും യൂണിറ്റ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്നുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. പിന്നീട് നമ്മളിവിടെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. എന്നാൽ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ചെയ്യാവുന്നതാണ്. ചാപ്റ്റർ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.